ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് മറ്റൊരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഷെയറിംഗ് എക്സ്പീരിയൻസ് എന്ന യൂട്യൂബ് ചാനലിൽ ഫോർ ദ ടൈം ബീയിങ് NCERT സിലബസ് അനുസരിച്ചുള്ള പൊളിറ്റിക്കൽ സയൻസ് കുട്ടികളുടെ 2ാം വർഷ പൊളിറ്റിക്കൽ സയൻസ് കുട്ടികളുടെ ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ കോവിഡ് കാലത്തെ ഒരു പ്രത്യേക സാഹചര്യം മുൻനിർത്തിയാണ് അത്തരമൊരു തീരുമാനം. സ്വാഭാവികമായിട്ടും കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മൾ കുറച്ചുകൂടി വ്യത്യസ്തപരമായ തലങ്ങളിലേക്ക് നമ്മുടെ ചാനൽ നീങ്ങുന്നതായിരിക്കും. അത് ഒന്നുകൂടി പലപ്പോഴും ഞാൻ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. എന്തായാലും ഇന്ന് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്, കാണാൻ പോകുന്നത് മറ്റൊരു രസകരമായ ഒരു എപ്പിസോഡാണ്. അമേരിക്കൻ മേധാവിത്വം എന്ന ചാനൽ എന്ന ആ ഒരു ആസ്പെക്റ്റിൻ്റെ ചർച്ചയിലാണ് നാം ഇപ്പോൾ. അതിൻ്റെ സെക്കൻഡ് ലാസ്റ്റ്, ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് ആ എപ്പിസോഡുമായി ബന്ധപ്പെട്ട്. അതിൽ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയ അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ദ US ഹെജിമണി, അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് അപ്പോൺ ദ US ഹെജിമണി. അമേരിക്കൻ മേധാവിത്വത്തെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ. മേധാവിത്വം അനിയന്ത്രിതമല്ല, അത് നിയന്ത്രിക്കപ്പെടുകയാണ്. അത് നിയന്ത്രിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ അമേരിക്ക ഏത് തലത്തിൽ ചെന്നെത്തുമെന്ന് നമുക്ക് ഒരിക്കലും ലോക ജനാധിപത്യത്തിനും പ്രത്യേകിച്ചും പാവപ്പെട്ട രാജ്യങ്ങളുടെ താല്പര്യത്തിനൊക്കെ ഭീഷണിയായേക്കാം. അവർ സ്വാഭാവികമായും അത്തരം ഒരു സാഹചര്യം മുൻനിർത്തിക്കൊണ്ട് പറയുകയാണ്, അമേരിക്കൻ മേധാവിത്വം ചില ഘടകങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഇതൊരു ഭാഗ്യമായിട്ട് കാണാം, നല്ലൊരു ഇതായിട്ട് കാണണം. അപ്പോൾ അതിനു മുമ്പ് ആ ചർച്ചയിലേക്ക് കടക്കുന്ന മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ ബെല്ലൈക്കണം അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് കിട്ടുകയും അതുവഴി നിങ്ങൾക്ക് നമ്മുടെ എന്നെ പിന്തുണയ്ക്കാനും സാധിക്കും. നിങ്ങളുടെ ഏവരുടെയും അനുഗ്രഹത്തോടെയും കൂടി ആശീർവാദത്തോടു കൂടി ഞാൻ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. ഓക്കെ, ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ദ US ഹെജിമണി എന്നാണ് നമ്മുടെ ടോപ്പിക്. അമേരിക്കൻ മേധാവിത്വത്തെ നിയന്ത്രിക്കുന്ന ചില ഘടകങ്ങൾ അല്ലെ? ഏതാണ് അമേരിക്കൻ മേധാവിത്വം? നമുക്കറിയാം, അമേരിക്കൻ മേധാവിത്വം എന്ന് വെച്ചാൽ ലോക പോലീസുകാരനായിട്ട് അമേരിക്ക മാറിയത് ഏതാ? ഗൾഫ് യുദ്ധ അതുമായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മുടെ വെസ്റ്റ് ഏഷ്യയിലും മിഡിൽ ഈസ്റ്റിലുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്ക കടന്ന് കയറുകയും അവിടെ അത് സൈനിക നടപടികളിലൂടെ ആ സമയത്ത് സ്വാഭാവികമായും സോവിയറ്റ് യൂണിയൻ ഇല്ല, കോൾഡ് വാർ ഇല്ല, ഒരു ഏക ധ്രുവ രാഷ്ട്രീയത്തിലേക്ക് അമേരിക്ക മാറി. അമേരിക്ക ലോകത്തെ കൈവിരലിൽ വെക്കുന്ന രീതിയിലേക്ക് ലോകം കുറച്ചു നാളെങ്കിലും സാക്ഷിയാകേണ്ടതായി വന്നു. അപ്പൊ ആ ഒരു മേധാവിത്വ കാലഘട്ടത്തിന് ഇന്ന് മാറ്റം വന്നിരിക്കുന്നു. ഇന്ന് ബഹുധ്രുവ രാഷ്ട്രീയമാണ്, ഏകധ്രുവമല്ല. ഇപ്പോൾ തന്നെ അമേരിക്കയുടെ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. വൈറ്റ് ഹൗസിന് പുതിയൊരു അവകാശി വന്നിരിക്കുകയാണ്. ഇനി അദ്ദേഹം എന്തൊക്കെയാണ് നയപരിപാടികൾ, പ്രത്യേകിച്ചും ട്രംപിന്റെ ചില പരാജിത നയങ്ങൾ ഒരിക്കലും ബൈഡൻ പിന്തുടരില്ല എന്ന് നമുക്ക് അനുമാനിക്കാം. കാരണം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ജനസമ്മതി ഇടിഞ്ഞത്. അതുപോലെ അപ്പൊ ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ലോകം ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് എന്തൊക്കെ നയപരിപാടികളാണ് ജോ ബൈഡൻ കൊണ്ടുവരാൻ പോകുന്നത്. അപ്പം അതെല്ലാം ഇനി അടുത്ത ലോകത്ത്, അതാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിന്റെ ഒരു പ്രത്യേകതയാണ്. വാട്ട് ഇസ് നെക്സ്റ്റ്? അടുത്തതെന്താണ്? അത് ഇത്രയും കറന്റ് അഫയേഴ്സിന് ഒരുപക്ഷെ ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്ക് വളരെ ശക്തമായ കറന്റ് അഫയേഴ്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ഇനി വരുന്ന എല്ലാ എപ്പിസോഡിലും അത്തരം കറന്റ് അഫയേഴ്സ് ഉൾപ്പെടുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും. നിങ്ങൾ ഏവരും അത് മിസ് ചെയ്യാതെ കാണണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നും കൂടി പറയുകയാണ്. ഫാക്ടേഴ്സ് ലിമിറ്റിംഗ് ദ US ഹെജിമണി. 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. ഒന്ന്, പെക്യൂലിയാരിറ്റി ഓഫ് ദ സ്ട്രക്ചർ ഓഫ് ദ US പൊളിറ്റിക്കൽ സിസ്റ്റം. അമേരിക്കയുടെ ഭരണ സംവിധാനത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്ന് പറയുന്നത് ഘടനാപരമായ പ്രത്യേകതയാണ്. എന്താണത്? അവിടെ separation of powers and checks and balances എന്നൊരു കോൺസെപ്റ്റ് അമേരിക്കൻ ഭരണഘടനയിലുണ്ട്.
അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നപ്പോൾ മൊണ്ടസ്ക്യൂവിന്റെ തിയറി, സ്പിരിറ്റ് ഓഫ് ലോസിൽ മൊണ്ടസ്ക്യൂ പറഞ്ഞ തിയറിയെ ബേസ് ചെയ്ത് സെപ്പറേഷൻ ഓഫ് പവേഴ്സ് എന്ന ഒരു കാര്യം അമേരിക്ക ഭരണഘടന നിർമ്മാണം ഉൾപ്പെടുത്തി. പ്രസിഡന്റിന് വേറെ, ലെജിസ്ലേച്ചർ കോൺഗ്രസ് വേറെ, ജുഡീഷ്യറി വേറെ, അങ്ങനെ 3 പേരെയും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റ്സിലാക്കിക്കൊണ്ടാണ് അമേരിക്കൻ ഭരണഘടന നിർമ്മിക്കപ്പെട്ടത്. പക്ഷേ കാലാന്തരത്തിൽ അതിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. കാര്യം ഇത് രണ്ടും വാട്ടർ ടൈറ്റ് കമ്പാർട്ട്മെന്റിൽ നിന്നാൽ ഭരണപരമായ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് അമേരിക്കയിലെ രാഷ്ട്രീയ സംവിധാനത്തെ നയിച്ചവരും വിമർശകരും അതുപോലെ എല്ലാവരും മനസ്സിലാക്കി, മാധ്യമങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പൊ അതിന്റെ ആ ചെക്സ് ആൻഡ് ബാലൻസ് എന്നൊരു പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവന്നുകൊണ്ട് അവർ സ്വാഭാവികമായും സെപ്പറേഷൻ ഓഫ് പവേഴ്സിനെ ഒന്ന് ലിമിറ്റ് ചെയ്തു. കാരണം സെപ്പറേഷൻ ഓഫ് പവേഴ്സിന് പൂർണ്ണമായും തള്ളിക്കളഞ്ഞില്ല. എങ്ങനെ ഇനി പറയാം, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് 3 വ്യത്യസ്തമായി പറഞ്ഞല്ലോ. അതിനിടയ്ക്ക് ചില കാര്യങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റിനെ അവിടുത്തെ നിയമനിർമ്മാണ സഭയായ കോൺഗ്രസിന് നിയന്ത്രിക്കാം. തിരിച്ചു പറയാം, അമേരിക്കൻ കോൺഗ്രസിനെ ചില കാര്യങ്ങളിൽ പ്രസിഡന്റിനും നിയന്ത്രിക്കാം. നോക്കണേ, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം, ഇതിനെയാണ് ചെക്സ് ആൻഡ് ബാലൻസസ് എന്ന് പറയുക. അപ്പൊ ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ്, സാധാരണയായിട്ട് പ്രസിഡന്റ് വെൽ പവർഫുൾ ആണ്. അദ്ദേഹത്തിന് വിദേശ കാര്യങ്ങളിൽ എന്ത് തീരുമാനവും സ്വതന്ത്രമായി എടുക്കാൻ സാധിക്കും. പക്ഷേ ആ തീരുമാനങ്ങളെല്ലാം അവിടുത്തെ ലോകത്തെ ഏറ്റവും വലിയ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആയ സംസ്ഥാന സഭയായ സെനറ്റ്, ലോകത്തെ ഏറ്റവും പവർഫുൾ ആണ്. സെനറ്റ് ഈസ് എ സെക്കൻഡറി സ്റ്റേറ്റ്, ബട്ട് ഇറ്റ്സ് എ സെക്കൻഡ് ചേംബർ ബട്ട് നോട്ട് എ സെക്കൻഡറി ചേംബർ എന്നാണ് പറയുന്നത്. അപ്പൊ ആ രീതിയിലുള്ള അത്ര ശക്തമായിട്ടുള്ള അമേരിക്കൻ സെനറ്റിന്റെ അംഗീകാരമില്ലാതെ വിദേശ നയത്തിലെ പല കാര്യങ്ങളും പ്രസിഡന്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ പ്രസിഡന്റ് എപ്പോഴാണ് വരുന്നത്? നമുക്കറിയാം, അമേരിക്കയിൽ 2 പ്രധാനപ്പെട്ട പ്രതിപക്ഷ, ഡെമോക്രാറ്റ്സ് ആൻഡ് റിപ്പബ്ലിക്. ഡെമോക്രാറ്റ്സ് പ്രസിഡന്റിലും റിപ്പബ്ലിക് കോൺഗ്രസിലും വരുമ്പോഴാണ് പ്രശ്നം. അല്ലെങ്കിൽ റിപ്പബ്ലിക്സ് പ്രസിഡന്റും, അതിന് 2 വ്യത്യസ്ത തലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ 2 പ്രധാനപ്പെട്ട പവർഫുൾ ഓഫീസറെ നിയന്ത്രിക്കുമ്പോൾ സ്വാഭാവികമായും ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് അമേരിക്കയെ യഥാർത്ഥ ചെക്സ് ആൻഡ് ബാലൻസസ്, അമേരിക്കൻ ജനാധിപത്യത്തിന്റെയും ലോക താല്പര്യത്തെയും മുൻനിർത്തി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് സ്വമേധയ അവരെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പം പ്രസിഡന്റിന് ലോകത്ത് അങ്ങ് വിളയാടാൻ അമേരിക്ക പെട്ടെന്ന് വിട്ടുകൊടുക്കത്തില്ല. അവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ആ നിയന്ത്രണങ്ങൾ സ്വാഭാവികമായും അമേരിക്കൻ മേധാവിത്വത്തെ നിയന്ത്രിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആസ്പെക്റ്റിലേക്ക് വരാം. അതായത് മീഡിയ ആൻഡ് പബ്ലിക് ഒപ്പീനിയൻ വളരെ ശക്തമാണ്. അമേരിക്ക നമുക്കറിയാം, ദ ലാൻഡ് ഓഫ് ലിബർട്ടി, സ്റ്റാച്യു ഓഫ് ലിബർട്ടി എന്ന ലോകത്ത് വ്യക്തി സ്വാതന്ത്ര്യത്തിന് ഇത്രയേറെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു രാജ്യമില്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പബ്ലിക് ഒപ്പീനിയൻ വളരെ ശക്തമാണ്. നമുക്കറിയാം, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ രാഷ്ട്രീയ പാർട്ടിയിൽ അത്ര പ്രത്യേകത വരും. പക്ഷെ അവിടെ പ്രസിഡന്റ് തൊട്ടടുത്ത ജോ ബൈഡന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ജോ ബൈഡന്റെ കാര്യത്തിലും ട്രംപിന്റെ കാര്യത്തിലും ഒക്കെ എന്താ സംഭവിച്ചത്? ഓരോ ആഴ്ചയും അവരുടെ സംവാദങ്ങളാണ്. 2 പേരും സംവാദിക്കുക. അപ്പൊ ആ സംവാദത്തിൽ മീഡിയ പീപ്പിൾ വന്നിരിക്കുന്നു, അവർ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അവരുടെ മുന്നിൽ വളരെ വ്യക്തമായി ഉത്തരം പറയുകയും അവിടെ പ്രസിഡന്റ് ബബ്ബ അടിക്കുമ്പോൾ അവിടെ ജനസമ്മതി ഇടിയും. അപ്പൊ ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മുടെ ബിൽ ക്ലിന്റൺ കഴിഞ്ഞിട്ട് ജോർജ് W. ബുഷും അത് കഴിഞ്ഞ് ഇങ്ങോട്ടുള്ള ബരാക് ഒബാമയ്ക്ക് പോലും അങ്ങനെ പല പ്രസിഡന്റുമാർക്കും രൂക്ഷമായ മാധ്യമ വിമർശനവും പൊതുജനാഭിപ്രായ വിമർശനവും ഏൽക്കേണ്ടതായിരുന്നു. അത് ഒരുപക്ഷെ ട്രംപിന്റെ കാലത്ത് വലിയ കൂടുതലായിരുന്നു, അതിന്റെ വില അദ്ദേഹം കൊടുക്കേണ്ടതായിരുന്നു. അപ്പൊ അതുകൊണ്ട് അക്കാലത്ത് ഇവിടെ പറയാൻ കാര്യം, ഇറാഖിലും അന്ന് അമേരിക്ക അനാവശ്യമായി ഇടപെട്ടു എന്നുള്ള ലോകത്ത് പരക്കെ സംസാരമുണ്ട്. ഇറാഖിൽ അനാവശ്യമായിട്ടാണ്. കാര്യം സദാം ഹുസൈനെ അവിടെ തട്ടിത്തെറിപ്പിക്കുക അമേരിക്കൻ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്ക വളരെ ക്രൂരമായ രീതിയിലാണ് അവിടെ ഇടപെട്ടതെന്ന് പറയുന്നു. ഇത് അമേരിക്കൻ ജനതയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കി. പ്രത്യേകിച്ചും അമേരിക്ക അക്കാലത്ത് നിങ്ങൾ കേട്ട ഗുണ്ടാനാമ ജയിൽ, ഈ ഗുണ്ടാനാമ ജയിലിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ, മനുഷ്യനെ പച്ചയായി പീഡിപ്പിക്കുന്ന യുദ്ധ തടവുകാരോട് കാണിക്കുന്ന ജനീവ കരാറിൽ യുദ്ധ തടവുകാരോട് കാണിക്കുന്ന മാന്യമായ പരിഗണന പോലും കാണിക്കാതെ ആ യുദ്ധ തടവുകാരെ, ഇറാഖിൽ നിന്ന് പിടിക്കപ്പെട്ട യുദ്ധ തടവുകാരെ ക്രൂരമായി പീഡിപ്പിക്കുന്ന രംഗങ്ങൾ ലോക മാധ്യമങ്ങളിൽ വന്നത് അമേരിക്ക നാണക്കേടുണ്ടാക്കി. അവർ പ്രസിഡന്റിനെ തള്ളിപ്പറഞ്ഞു. സ്വാഭാവികമായിട്ടും അമേരിക്കയ്ക്ക്, അതുപോലെ തന്നെ പല അമേരിക്കൻ സൈനികരും
ഇറാഖിലും മറ്റു പ്രദേശങ്ങളിലും ഭീകരതയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തോക്കിനിരയായി. ഇതൊക്കെ അമേരിക്കൻ ജനതയ്ക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അവർ ശക്തമായി പറഞ്ഞു, എന്തിന് അനാവശ്യമായി അവിടെ ഇടപെടുന്നു, വേണ്ട, നമുക്ക് മതി, ലോകത്ത് നമ്മൾ അങ്ങനെ പോലീസുകാരനാകണ്ട എന്ന നിലപാടെടുക്കുകയും ഇത് സ്വാഭാവികമായും അമേരിക്കൻ മേധാവിത്വത്തിനെതിരെ തിരിഞ്ഞു വെക്കുകയും ചെയ്തു. അപ്പൊ അവിടെയും ഒരു പ്രശ്നമുണ്ടായി. പിന്നെ വരുന്നത് കോമൺ മിനിമം പ്രോഗ്രാം. അതായത് US മിലിറ്ററി അലയൻസസ് ഉണ്ടാക്കി. നമ്മുടെ വാട്സാപ്പ് ആക്ടിനെതിരെ നാറ്റോ, സിയാറ്റോ, സെന്റോ എന്നൊക്കെ നമ്മൾ മുൻ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ കോമൺ മിനിമം പ്രോഗ്രാം ഒക്കെ തന്നെ അമേരിക്കയ്ക്ക് നേരെ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിരുന്നില്ല. മറിച്ച് മറ്റുള്ള സൈനിക കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റു രാജ്യങ്ങളുടെ താല്പര്യം കൂടി അമേരിക്കയ്ക്ക് പരിഗണിക്കേണ്ടതായി വരും. അപ്പോൾ അമേരിക്ക സ്വന്തമായി അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും അമേരിക്ക മറ്റു രാജ്യങ്ങളുടെ താല്പര്യവും അവിടെയും മേധാവിത്വം ഇടിച്ചല്ലോ. അങ്ങനെ ഈ 3 പ്രധാനപ്പെട്ട ആസ്പെക്റ്റുകളാണ് അമേരിക്കൻ മേധാവിത്വത്തെ ഒരുപക്ഷെ പിടിച്ചു നിർത്തിയത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ കോമൺ മിനിമം പ്രോഗ്രാം അനുസരിച്ച് അമേരിക്ക ഒരു നയം രൂപീകരിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നാറ്റോ എന്ന് വെച്ചാൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് അതിൻ്റെതായിട്ടുള്ള സൈനിക കൂട്ടായ്മ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ആ സൈനിക കൂട്ടായ്മയുടെ എല്ലാം അതിൻ്റെയൊക്കെ ബാധ്യത അമേരിക്കയ്ക്ക് ഏറ്റെടുക്കേണ്ടത്. കാര്യം ഭാരിച്ച സാമ്പത്തിക ചെലവ്, അതുപോലെ ആ അവർക്ക് ആ സൈനികപരമായിട്ടുള്ള ചെലവുകൾ, അതിനെ പരിപാലിക്കുന്നതിനുള്ള കോസ്റ്റുകൾ, അതൊക്കെ അനുസരിച്ച് ടാക്സേഷൻ വർദ്ധിപ്പിക്കേണ്ടതായിരുന്നു. ആ ടാക്സ് വർദ്ധിപ്പിച്ചപ്പോഴേക്കും സ്വാഭാവികമായിട്ടും അമേരിക്കൻ ജനത ഒരിക്കലും ടാക്സ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അമേരിക്കൻ ജനത സഹിക്കില്ല. അറിയാം, വ്യക്തികളാണ്, വ്യക്തി സ്വാതന്ത്ര്യമാണ്. ഞാൻ ഗവൺമെന്റ് ടാക്സ് കൊടുക്കും, അവരെങ്ങനെ ടാക്സ് എല്ലാം ഇതില് മനുഷ്യ വ്യക്തികൾക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായം രേഖപ്പെടുത്താനും അതുവഴി പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അമേരിക്കൻ സമൂഹം എങ്ങനെ നീങ്ങണം, അമേരിക്കയ്ക്ക് തലവേദന ഉണ്ടാക്കുന്ന, നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യം അവിടുത്തെ ജനത അത് വയ്ക്കില്ല. അതുപോലെ തന്നെ ഇതുപോലെ ടാക്സ്. അപ്പൊ കോമൺ മിനിമം പ്രോഗ്രാം, ആ കോമൺ മിനിമം പ്രോഗ്രാം അനുസരിച്ച് അമേരിക്കയ്ക്ക് പല വിട്ടുവീഴ്ചകളും ചെയ്തതായി വന്നു. ആ വിട്ടുവീഴ്ചകൾ സ്വാഭാവികമായിട്ടും അമേരിക്കൻ മേധാവിത്വത്തിന് ഒരു ചെറിയ നിയന്ത്രണം കൂടെ കൊണ്ടു. അങ്ങനെ 3 പ്രധാനപ്പെട്ട നിയന്ത്രണങ്ങളാണ്. ഏതൊക്കെയാ? ഒന്ന് ഞാൻ പറയാം. ഒന്ന്, അമേരിക്കൻ രാഷ്ട്രീയ സംവിധാനത്തിന്റെ പ്രത്യേകത, സെപ്പറേഷൻ ഓഫ് പവേഴ്സും ചെക്സ് ആൻഡ് ബാലൻസസും. അത് സെനറ്റിന്റെ നിയന്ത്രണം ലോക കാര്യങ്ങൾ ഇടപെടുന്നതിൽ അമേരിക്കയ്ക്കുണ്ടായി. രണ്ടാമത്തെ കാര്യം, മീഡിയ ആൻഡ് പബ്ലിക് വെരി പവർഫുൾ ആണ്. ലോകത്ത് അമേരിക്കയ്ക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു കാര്യങ്ങൾ അമേരിക്ക വെച്ചു ഉറപ്പിക്കില്ല. അവിടുത്തെ മാധ്യമങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല, പൊതുജനങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല. അവർ ശക്തമായി അമേരിക്ക താക്കീത് കൊടുത്തു. അനാവശ്യമായ ലോക കാര്യങ്ങൾ എന്തിനാ നമ്മൾ ഇടപെടുന്നത്, എന്തിനാ എന്ന് പറഞ്ഞ അമേരിക്ക ലോകത്തെ മാറ്റി നിർത്തുന്ന അമേരിക്കയിലെ ആ ഏകാധിപത്യ പ്രവണതയെ കുറെയൊക്കെ അവിടെ നിയന്ത്രിക്കാൻ സാധിച്ചു. അതുപോലെ കോമൺ മിനിമം പ്രോഗ്രാം അനുസരിച്ച് അമേരിക്കയ്ക്ക് പല കാര്യങ്ങളിലും വിട്ടുവീഴ്ച, സ്വന്തം താല്പര്യങ്ങളെ പലതും അവഗണിക്കേണ്ടതായിട്ട് വരികയും ചെയ്തു. അപ്പൊ ഈ കാര്യങ്ങളാണ് അമേരിക്കൻ മേധാവിത്വത്തെ ഒരളവ് വരെ നിയന്ത്രിച്ചുകൊണ്ട് ഏകപക്ഷീയ രാഷ്ട്രീയത്തിന് സ്വാഭാവികമായിട്ടും നമുക്ക് വ്യക്തമായ കാര്യങ്ങളുമായി ഇതിന്റെ വാച്ച് ചെയ്യുക. അത് കഴിഞ്ഞ് അതിൻ്റെ കാര്യം അതൊക്കെ വെച്ചുകൊണ്ട് ഇനി മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരം കാണുന്നവരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം.